നമസ്കാരം. കുംഭക്കൂറിൽപ്പെട്ട വട്ടത്തിൻ്റെ അവസാന ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ ഭാഗം നക്ഷത്രക്കാർക്ക് വ്യാഴം 6ലേക്കാണ് ഗോചരം ചെയ്യുന്നത്. വ്യാഴം നല്ലതുപോലെ ദൈവാധീനം ഉണ്ടാക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ഏഴര ശനി കാലഘട്ടം 2ലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. ശനി കണ്ടകനായിട്ടിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തീരാറായി. നിങ്ങളുടെ ദൈവാധീനം നല്ലോണം നേടുക. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. മേലധികാരികളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ, സ്ഥലം മാറ്റം, സ്ഥാനഭ്രംശം, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലമാണ്. സേവന സന്നദ്ധരായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. എന്തിനും പ്രാർത്ഥനകളും അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നല്ല ഗുണാനുഭവങ്ങൾ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കണം. നല്ല രീതിയിലുള്ള ഒരു ആദായം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ നിന്നും കർമ്മരംഗത്തു നിന്നും ബിസിനസ്സിൽ നിന്നുമൊക്കെ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അധികാരപ്രാപ്തി കൈവരുന്നതാണ്. കർമ്മരംഗത്ത് അശ്രാന്ത പരിശ്രമം മൂലം അംഗീകാരവും നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മൾ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് അവസരം ലഭിക്കാം. ശത്രുക്കളുടെ ശല്യം കുറയുന്നതാണ്. പൈതൃക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുകയും സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് ചേർന്ന് പല കാര്യങ്ങളിലും പൂർത്തിയാക്കാനായിട്ട് കഴിയുന്നതാണ്. നവീന പദ്ധതികൾ, അതായത് പുതിയ പദ്ധതികൾ, ചെറുകിട സംരംഭങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ചവർക്കത് സാധിക്കും. കർഷകരായിട്ടുള്ള നാൽക്കാലി കർഷകർക്ക്, ക്ഷീര കർഷകർക്കും ഒക്കെ നല്ല രീതിയിലുള്ള ആദായമൊക്കെ പ്രതീക്ഷിക്കാം. ബാങ്കിങ് രംഗത്തും അതുപോലെ തന്നെ മറ്റു മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഈ കുംഭം രാശിക്കാർക്ക് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും. പക്ഷേ എങ്കിലും അവർക്ക് 4 പാടും ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ നല്ലതുപോലെ ഉണ്ടാകാം. ബിസിനസ് ചെയ്യുന്നിടത്താണെങ്കിലും തൊഴിൽശാലകളിലൊക്കെ ആണെങ്കിലും എപ്പോഴും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ഇതിനെയൊക്കെ പരിഹരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. പൊതുവേ നിങ്ങൾക്ക് ആത്മീയ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ആഗ്രഹ പൂർത്തീകരണം കൈവരുത്താനായിട്ട് നിങ്ങൾ നല്ലതുപോലെ പരിശ്രമിക്കുക. നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു ദോഷങ്ങളും വരുത്തി വയ്ക്കരുത്. 2ലെ ശനി എന്ന് പറയുന്നത് ഏഴര ശനിയുടെ കാലഘട്ടം തീരുകയാണ്. കണ്ടകശനി, ഏഴര ശനി തീർന്നോ എന്ന് ചോദിച്ചാൽ ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ 2ലൂടെ ശനി കടന്നു പോവുകയാണ്. അവസാന കാലമാണ്. 2027 ജാനുവരി വരെയൊക്കെ നമുക്ക് ഈ ശനിയുടെ ദോഷങ്ങളുണ്ടാകും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിദോഷം കുറയ്ക്കാം. ശത്രുക്കളുടെ ശല്യം മൂലം തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നേരിടാനായിട്ട് ശനിയെ നല്ലതുപോലെ പ്രീതിപ്പെടുത്തുക, വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുക. എങ്ങനെയെങ്കിലും ആഴ്ചയിലോ മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ പക്കപ്പിറന്നാളുകളെങ്കിലും നമ്മൾ വ്യാഴപ്രീതി വരുത്തുന്നത് അത്യാവശ്യമായിരിക്കും.